കർണാടകത്തിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക വാർത്ത വരുന്നുണ്ട്. അതിലേക്ക് ആദ്യം പോവുകയാണ്. കർണാടക മുൻ DGP ഓം പ്രകാശ് കൊല്ലപ്പെട്ടു. കൊലപാതകി ഭാര്യ തന്നെ. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യ പല്ലവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. KB ശ്രീധരൻ ബംഗളൂരുവിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ്. ഭാര്യ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നറിയുന്നു. എന്തിന്റെ പേരിലാണ്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്? പൂജ, നിഷ്ഠൂര കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സംശയമില്ല. പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം അതിന്റെ ചുമതലയുണ്ടായിരുന്ന ഉന്നത സ്ഥാനത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഓം പ്രകാശ് അദ്ദേഹത്തെ ഭാര്യയും മകളും മാത്രം വീട്ടിലുള്ളപ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവി മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വീഡിയോ കോൾ വിളിച്ച് ഈ വിവരം, അതായത് ഭർത്താവിനെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് HSR ലേഔട്ട് പോലീസിൽ വിവരം അറിയിക്കുന്നത്. പിന്നീട് പോലീസ് എത്തി ഈ വീട്ടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഈ ഭാര്യ പല്ലവിയും മകളും അതിന് സമ്മതിച്ചില്ല. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ചാണ് വീട്ടിനകത്തേക്ക് കയറിയത്. ഏതായാലും HSR ലേഔട്ട് പോലീസ് അവിടെ എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം, ഓംപ്രകാശിന്റെ മൃതദേഹം കിടന്നിരുന്നത്. ശരീരത്തിൽ പല ഭാഗത്തും കുത്തേറ്റിട്ടുണ്ട്. ഇതിന് ഉപയോഗിച്ച കത്തിയും മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഭാര്യയെയും മകളെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. DGP അലോക് മോഹൻ ഉൾപ്പെടെ ഈ സംഭവസ്ഥലം സന്ദർശിച്ച് വിശദാംശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ പല്ലവിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് വരികയാണ്. കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണോ ശ്രീധരൻ അറിയുന്ന വിവരം? അവരും ചോദ്യം ചെയ്യുന്നുണ്ടോ? കസ്റ്റഡിയിലാണോ? എന്താണ് അറിയുന്നത്? ഈ മകളെ സംബന്ധിച്ച് എന്താണ് വിവരം? ഈ മകൾക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ ഭാര്യ പല്ലവി ഇതിനു മുൻപ് ഈ IPS ഉദ്യോഗസ്ഥരുടെ, റിട്ടയർഡ് ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ഓം പ്രകാശ് പലതവണ ഉപദ്രവിക്കുന്നു, അദ്ദേഹം കൊലപ്പെടുത്തുമോ എന്നുള്ള പേടിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു, സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മകളും ഈ ഭാര്യയും പല്ലവിയും മാത്രമാണ് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു മകൻ കൂടിയുണ്ട്. അദ്ദേഹവും ഈ പോലീസിനെ വിവരം വിളിച്ചു പറഞ്ഞതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും കസ്റ്റഡിയിൽ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഓം പ്രകാശിന്റെ മൃതദേഹം മറ്റ് നടപടികൾക്കായി, ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ബംഗളൂരുവിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് പോലീസിന് ഈ കൊലപാതകം സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ പോലീസ് HSR ലേഔട്ടിലെ ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീടാണ് മൃതദേഹം മാറ്റുകയൊക്കെ ചെയ്തത്. ഏതായാലും ഈ ഭാര്യയെയും മകളെയും ചോദ്യം ചെയ്തതിലൂടെ തന്നെ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൊലപാതകം നടന്ന സമയം ഭാര്യയും മകളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഭാര്യയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഭാര്യ പല്ലവിയിൽ നിന്നും ഒപ്പം മകളെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നിർണായകമായ പല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ലഭിക്കേണ്ടതായിട്ടുണ്ട്. കർണാടക മുൻ DGP ഓം പ്രകാശ് ആണ് കൊല്ലപ്പെട്ടത്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.